അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അതായത് പല സ്ഥലങ്ങളിൽ നിന്നും ലഭ്യമായ കോഴികൾ, ആ കോഴി കഴിക്കാൻ പറ്റുമോ, കോഴി മാത്രമല്ല മറ്റ് മാംസ ആഹാരങ്ങൾ, അതിന്റെ അറവ് ശരിയായിട്ടുണ്ടോ ഇല്ലേ എന്ന വിഷയത്തിലുള്ള വസ്വാസ്. അത് സംബന്ധമായി ഒരു പൊതു മാനദണ്ഡമാണ് നമുക്ക് അതേക്കുറിച്ച് പറയാനുള്ളത്. അതായത് മഖ്ദൂം തങ്ങൾ തന്റെ ഫത്വൽ മുഈനിൽ പറഞ്ഞ ഒരു മസ്അല, ഒരു സംഗതിയുടെ അസ്ലും ലാഹിറും തമ്മിൽ എതിരാവുക. അസ്ൽ വെച്ചാൽ അതിന്റെ ബേസിക് അടിസ്ഥാനം, പക്ഷെ ലാഹിർ വെച്ചാൽ അതിന് പ്രത്യക്ഷത്തിൽ കിട്ടുന്ന ഒരു റിസൾട്ട്. ഇത് തമ്മിൽ എതിരായാൽ അസ്ലിനെ മുന്തിക്കണം എന്ന ഒരു പക്ഷമുണ്ട്, ലാഹിറിന് പ്രാമുഖ്യം കൊടുക്കണം എന്നൊരു പക്ഷമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോഴി ഉദാഹരണം, ആ കോഴിയുടെ അസ്ൽ എന്താ? അത് ശുദ്ധിയുള്ള സാധനമാണ് എന്നാണ്, അല്ലെ? അതുകൊണ്ടാണ് അത് കഴിക്കാൻ പറ്റണത്. അപ്പൊ ആ ശുദ്ധിയുള്ള സാധനത്തിന്റെ മേൽ നജസാവൽ എന്നൊരു പുതിയ അവസ്ഥ വന്നു ചേരുക, അവിടെ ഒന്നും അറിവ് ശ്രദ്ധിച്ചിട്ടുണ്ടാവൂല, അതുകൊണ്ട് തന്നെ അത് നജസായിട്ടുണ്ടാകും എന്നതായിരിക്കും പലയിടത്തും ലാഹിർ. ഇത് തമ്മിലെതിരെ ഇപ്പൊ അസ്ലും ലാഹിറും തമ്മിൽ എതിരായ കാരണം മനസ്സിലായല്ലോ. ഇപ്പോ പ്രകൃതിപരമായി ശുദ്ധിയുള്ള കോഴി അത് അർത്ഥതല്ല, ചത്തതാണെങ്കിൽ അഥവാ അറിവ് ശരിയായിട്ടില്ലെങ്കിൽ അത് നജസാവും. അപ്പൊ നജസാവൽ എന്ന സംഗതി അതിന്റെ മേലിൽ വന്നു ചേർന്നു എന്ന് ഉറപ്പായി തെളിയാത്ത കാലത്തോളം ആ അസ്ല് ശുദ്ധി ഉണ്ട് എന്നതിനാണ് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്ന പക്ഷം എടുത്താൽ അറിവൊരിക്കലും ശരിയാവാത്ത രൂപത്തിലാണെന്ന് നമുക്ക് ഉറപ്പായ ഒരു കണ്ടീഷനിൽ ഉള്ളത് ഒഴിച്ചുള്ള സംഗതികളൊക്കെ എന്താക്കാവുന്നതാണ്, കഴിക്കൽ അനുവദനീയമാണ്. അഥവാ ആ നിലക്കുള്ള ഭക്ഷണം കഴിക്കുന്നവരുടെ മെക്കിട്ട് കയറാൻ പോണ്ടെന്ന് അർത്ഥം. അതേ സമയത്ത് സൂക്ഷ്മതയുടെ റൂട്ട്, അഥവാ അത് അറിവറ്റ ശരിയാകാതെ പോയിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ അത് അറക്കാത്ത നിലക്ക് വേറെ ഏതെങ്കിലും നിലക്ക് കൊന്നതാണെങ്കിലോ എന്ന് സാധ്യത ഉണ്ടല്ലോ. ആ സാധ്യത പരിഗണിച്ചുകൊണ്ട് സൂക്ഷ്മതയ്ക്ക് വേണ്ടി കഴിക്കാതിരിക്കുക എന്ന് പറയുന്ന റൂട്ട് സ്വീകരിച്ചാൽ വളരെ ബെറ്ററായി. അപ്പൊ ഈ വിഷയത്തിൽ അസ്ലും ലാഹിറും തമ്മിൽ എതിരാവുക എന്നതിൽ ശുദ്ധി ഉണ്ടായിരിക്കും എന്നതാണ് അതിന്റെ ബേസിക് എന്നത് പരിഗണിച്ചുകൊണ്ട് കഴിക്കുന്നവരെ തടയാൻ നിൽക്കേണ്ടതില്ല. അതേ സമയത്ത് ഒരു കോഴി അത് അർത്ഥതല്ല, അത് ചത്തതാണ്, നമുക്കത് തിരിഞ്ഞു നോക്കുക, എന്നാ പിന്നെ അതെന്താക്കാനും പാടില്ല, കഴിക്കാനും പാടില്ല. അപ്പൊ പുറത്തുനിന്ന് വരുന്നതൊക്കെ പ്രത്യേകിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന മാംസങ്ങൾ അത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടാണ് വരുന്നതെന്നാണ് അതിന്റെ ആളുകൾ അവകാശപ്പെടുന്നത്. അതുകൊണ്ട് മറ്റൊരു ചർച്ച അല്ലെങ്കിൽ ഒരു പ്രചരണം നടക്കുന്നുണ്ട് എന്നത് എന്ത് ചെയ്യേണ്ടതില്ല, നമ്മൾ മുഖവിലക്ക് എടുത്തോളണമെന്നില്ല. പക്ഷെ സൂക്ഷ്മത മുഖവിലക്ക് എടുക്കലുമാണ്. അതുകൊണ്ട് മസലയുടെ ബേസിക് പരിഗണിച്ചുകൊണ്ട് കഴിക്കുന്ന ആളുകളെ നമ്മൾ ആക്ഷേപിക്കാൻ നിൽക്കണ്ട. അതേസമയത്ത് സൂക്ഷ്മത അഥവാ ഇതൊക്കെ കേസായിട്ടുണ്ടെങ്കിലോ എന്ന നിലക്ക് കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല റൂട്ട് അത് തന്നെയാണ്. മനസ്സിലായില്ലേ? എല്ലാ സ്ഥലത്തും അതിൻ്റെതായിട്ടുള്ളൊരു ഒരവസ്ഥ നിലനിർത്താൻ വേണ്ട സംവിധാനം ചെയ്യുക. പിന്നെ കല്യാണത്തിന് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അറിവിന്റെ വിഷയത്തിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഇപ്പൊ നിങ്ങൾ പറയുമ്പോ മനസ്സിലാവുന്നു. അതുകൊണ്ട് നമ്മൾ കോഴി ഞങ്ങൾ തന്നെ അർത്ഥം വാങ്ങിക്കോളാന്ന് ഓരോ ടീം അത് വേണമെങ്കിൽ എന്താക്കാവുന്നതാണ്, അത് ഏർപ്പാടാക്കാവുന്നതാണ്. അറിവ് ശരിയാവാൻ വേണ്ടത് മുസ്ലിമായ മനുഷ്യനായിരിക്കണം അറിവ് നടത്തേണ്ടത്. അന്നനാളവും ശ്വാസനാളവും അത് മുറിഞ്ഞിരിക്കണം. ഈ രണ്ട് നിബന്ധനകൾ പാലിച്ചുകൊണ്ട് അറക്കുക എന്ന് പറഞ്ഞാൽ അതത്ര വലിയൊരു പ്രയാസമുള്ള സംഗതിയൊന്നുമല്ല. അതുകൊണ്ട് ഏതായാലും അറക്കണ ആൾക്കാർ ആ വിഷയത്തിൽ ശ്രദ്ധിച്ചിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിന് വിരുദ്ധമായൊരു അവസ്ഥ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെതിരെ ആ സമയത്ത് ഏതെങ്കിലും ഒരു പ്രത്യേകമായ കേസിൽ അങ്ങനത്തെ ഒരു അവസ്ഥ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഇടപെടുകയും ചെയ്യാം എന്ന് തന്നെയാണ് ആ വിഷയത്തിലെ പൊതുവിലുള്ള നിലപാട് എന്ന് സൂചിപ്പിക്കുന്നു. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.